തനിക്ക് അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന മർദ്ദനങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ കോപ്പിയാണ് സാർ എൻ്റെ കയ്യിലുള്ളത്. ആ പ്രസംഗത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ലീഡർ കെ കരുണാകരനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കേരളത്തിലെ പോലീസിനെ ഇനിയും ഇങ്ങനെ കയറൂരി വിടാനാണോ നിങ്ങളുടെ തീരുമാനം എന്ന് അന്നത്തെ ആ യുവ MLA ചോദിക്കുന്നുണ്ട്. ആ യുവ MLA ഇന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ, മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുമ്പോൾ 48 വർഷത്തിന് ശേഷം ഇവിടെ നിന്ന് ഒരു പ്രതിപക്ഷ MLA അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, കേരളത്തിലെ പോലീസിനെ ഈ വിധം കയറൂരി വിടാനാണോ അങ്ങയുടെ ഭാവം എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സർ. കാരണം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ ഒക്കെ പറഞ്ഞ വളരെ പൈശാചികമായ ക്രൂരമായ ലോക്കപ്പ് മർദ്ദനങ്ങൾ, പോലീസിന്റെ അതിക്രമങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ അപ്പുറത്തുള്ള ആളുകൾ സംഗതി വളരെ ഖേദമുണ്ട് സർ, സങ്കടമുണ്ട് സർ. ഇവിടെ എന്ത് വിഷയങ്ങളും ഈ കാലത്ത് നടക്കുന്നത് ചൂണ്ടിക്കാണിച്ച അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ UDF ഭരിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായില്ലേ, ഇങ്ങനെ ഉണ്ടായില്ലേ, 40 കൊല്ലം മുമ്പ് ഉണ്ടായില്ലേ, ഇതാണോ ചോദ്യം? അതല്ല. ഇവിടെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന്റെ നിയമസഭയുടെ അതിന്റെ താല്പര്യം എന്താണ്? ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാനാണ്, അതിലെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനാണ്. അത് പറയുമ്പോൾ അതിനെ ലാഘവത്തോടെ പൊതുവൽക്കരിക്കുന്ന നിങ്ങളുടെ ഈ സമീപനം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ. സർ, അന്നത്തെ അതിനേക്കാൾ ഭീകരമായ രീതിയിൽ കേരളത്തിലെ പോലീസ് പെരുമാറുകയാണ്. വർഷങ്ങളായി പോലീസിന്റെ ഈ സ്ഥിതി തുടരുകയാണ്. അഴിഞ്ഞാട്ടം മൂർധന്യതയിലെത്തിയിരിക്കുകയാണ്. ലോക്കപ്പ് മർദ്ദനങ്ങൾ നമുക്കറിയാം. ഈ ഗവൺമെന്റ് തുടക്കം കുറിക്കുന്നത് അങ്ങയുടെ ജില്ലയിലെ തന്നെ കുട്ടിമാക്കൂലിലെ പട്ടികജാതിക്കാരായ 2 സഹോദരിമാരെ കൈക്കുഞ്ഞുമായി ജയിലിൽ അടച്ചുകൊണ്ടാണ്. പിന്നീട് കസ്റ്റഡി മരണങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. അങ്ങയുടെ ആദ്യത്തെ 5 കൊല്ലം 11 കസ്റ്റഡി മരണങ്ങളാണ്. ഇപ്പൊ വീണ്ടും 6 എണ്ണമാണ്. കേരളത്തിൽ 17 കസ്റ്റഡി മരണങ്ങളായി സർ. സാധാരണക്കാർക്കെതിരെ പോലീസിന്റെ അതിക്രമങ്ങൾ പെരുകുകയാണ്. പൊതുജനത്തിന് നേരെ മെക്കിട്ട് കയറുന്ന പോലീസാണ് ഇപ്പോൾ ഉള്ളത്. ജനമൈത്രി പോലീസല്ല, ഗുണ്ടാമൈത്രി പോലീസാണ് സർ ഇപ്പൊ നമ്മുടെ രാജ്യത്തുള്ളത്. ഇപ്പോഴത്തെ സംഭവ പരമ്പരകൾ നിങ്ങൾ നോക്കൂ സർ. ഇവിടെ അമ്പലവാസിയായ ഒരു പാവം ചെറുപ്പക്കാരൻ, അമ്പലത്തിലെ പൂജയും കർമ്മങ്ങളൊക്കെ ആയിട്ട് കഴിയുന്ന, മദ്യം ജീവിതത്തിൽ തൊട്ടിട്ടില്ലാത്തൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെയാണ് മദ്യപിച്ച് കുഴപ്പമുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, ആ ചെറുപ്പക്കാരനെയാണ് നിങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ടോ അന്ന് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് അന്ന് പരാതി കൊടുത്തതാ. ഇപ്പൊ പറയണത് അന്നത്തെ സംഭവം അല്ലേന്നാ. അന്നത്തെ സംഭവത്തിന്റെ ഇന്നത്തെ പ്രസക്തി എന്താ? ഇന്ന് അതിന്റെ വീഡിയോകൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നു. അപ്പോഴാണ് ലോകം അറിയുന്നത്, ചാനലുകളിലൂടെ. നമ്മൾ കണ്ടില്ലേ സർ ആ ചെറുപ്പക്കാരനെ എത്ര ക്രൂരമായിട്ടാണ് സർ പോലീസ് മർദ്ദിക്കുന്നത്. അപ്പൊ മുഖ്യമന്ത്രി അന്നും പറയും, നിങ്ങൾ ഇങ്ങനെ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലീസിന്റെ മനോവീര്യം കളയരുത്. പോലീസ് സർ, ഞാൻ ഇപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുന്നു, പോലീസിന്റെ മനോവീര്യത്തെക്കാൾ പ്രധാനമാണ് സർ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അന്തസ്സും അഭിമാനവും. ആ അന്തസ്സും അഭിമാനവും ചവിട്ടി മതിക്കുന്ന പോലീസിന് അങ്ങ് നൽകുന്ന ഊർജമാണ് ഈ മനോവീര്യത്തിന്റെ വർത്തമാനം. എപ്പോ നോക്കിയാലും പറയും, നിങ്ങൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ മനോവീര്യം കളയരുത് എന്ന്. ഇന്നലെ LDF യോഗത്തിൽ 40 മിനിറ്റ് നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗിച്ചതാണ് അത്ര ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന്. ഒരുപാട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചേർന്നാലാണ് ഒരുപാട് വലിയ സംഭവങ്ങളായിട്ട് മാറുക. എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് സർ. ഇങ്ങനെ ന്യായീകരിക്കരുത് സർ. അത് കഴിഞ്ഞ് നമ്മളെ നെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കണ്ടു. പീച്ചിയിലെ ഹോട്ടൽ മാനേജർ പരാതി കൊടുക്കാൻ പോയതാ. ഒരു ജെന്റിൽമാൻ, എത്ര പാവപ്പെട്ടൊരു മനുഷ്യൻ, ഒരു ജെന്റിൽമാൻ, അയാൾ മുഖത്തടിക്കുന്നത് നമ്മൾ കണ്ടില്ല സർ. പോലീസ് പച്ചക്കായലുടെ മുഖത്തടിക്കുകയാണ്, പരസ്യമായിട്ട് കൈക്കൂലി ചോദിക്കുകയാണ് സർ. ഇതാ നമ്മുടെ നാട്ടിൽ വരുന്ന പത്രങ്ങൾ, ആ പത്രങ്ങളില് ഒക്കെ കാണുന്ന ചിത്രം ഇതാ പോലീസ് ആ മനുഷ്യന്, ഹോട്ടൽ മാനേജറെ മുഖത്തടിക്കുന്നു. 2 പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ എന്താ പണി? 5 ലക്ഷം റുപ്യ വാങ്ങിയിട്ട് വീതം വെക്കാണ്. ഇതാ ചിത്രം വരുന്നത്. 5 ലക്ഷം രൂപ വീതം വെക്കുന്ന ചിത്രമാണ് സാർ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ആ മാനേജറെ, അയാളെ തെരഞ്ഞു വന്ന ഉടമയുടെ മകനെ ഒക്കെ ക്രൂരമായി മർദ്ദിക്കുന്ന ചിത്രം. കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ ഒരു പ്രാദേശിക നേതാവ് മാമുക്കോയെ മെഡിക്കൽ കോളേജ് പോലീസ് ഇതാ വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്ന ചിത്രമാണ് സാർ ഇവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്.